മാതാവേ. ജോസച്ച, ജോസച്ച, നമുക്ക് ഈ ഉള്ളതൊക്കെ കൊണ്ട് ഞാനും കുഞ്ഞുങ്ങളും കഞ്ഞി കുടിച്ച് കിടന്നോളാം ജോസച്ച. നിങ്ങളായിട്ട് വെറുതെ 100 തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു വഴിക്കിറങ്ങാൻ നേരത്ത് കുണ വെച്ചുകൊണ്ട് വന്നേക്കല്ലേ. ഉച്ച തിരിയുമ്പോ തമ്പി ഈപ്പും കൊണ്ട് വരും. നീ നിങ്ങളെ കൊണ്ട് ഉടുമ്പൻചോലയ്ക്ക് മാറിക്കോണം. ഞാൻ വന്ന് വിളിക്കും. അപ്പൊ പോന്നേച്ചാ മതി. ആ പോയേക്കുവാ. എല്ലാം കയറ്റിയോടാ? ആ കയറി. 10ാം മൈൽ ചെക്കിംഗ് ഉണ്ട്. വനത്തിൽ കൂടെ പിടിച്ചോ. ഹലോ ഹലോ. ഓവാ. ഓ ശരി ശരി ശരി. ഓവാ സിസ്റ്ററാ, ജോസ് പോന്നിട്ടുണ്ടെന്ന്. വനത്തിൽ എങ്ങനെയാ ജോസേ, മഴ ഉണ്ടോ? ആ തോർച്ചയാ. നീ പോരുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ഉണ്ടേ വാ കേറ്. ചേട്ടാ പൊക്കിക്കോ. ഓ ഓ അങ്ങോട്ട് തള്ളിയിട്ടോ. சரி. கம்பன் சிட்டில என்ன படம் போட்டிருக்குன்னு தெரியுமா? தெரியலையே. சிவாஜி. போலாமா? நமஸ்தே. நமஸ்தே. ജോസ് എന്നാ ഇവളോട്? അയ്യോ ഞാൻ ചുമ്മാ നല്ല ചായ. ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ല ചായ കൊടുക്കാറുള്ളൂ. ചായ മാത്രമേ കൊടുക്കാറുള്ളൂ. സേതു വിളിച്ചിരുന്നു. ജോസ് സാധനം എത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. ആലുവയിൽ എത്തിയാൽ ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ ഇറങ്ങും. അവിടുന്ന് ജോസ് വണ്ടിയും കൊണ്ട് പോകും. കൃത്യം 4 മണിക്ക് വണ്ടി തിരികെ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു തരും. അങ്ങനെയാ സേതു പറഞ്ഞിരിക്കുന്നത്. ജോസ് കേറിക്കോ. ജോസിപ്പ പിന്നെയും വിളിച്ചായിരുന്നു. വരുമോന്ന് ചോദിച്ചിട്ട് ഗോഡൌണിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ஐயா நான் இன்னைக்கு பேசி முடிச்சிடுறேன். ஐயா ஐயா நான் அப்புறம் கூப்பிடுறேன். ஓகே. വാടാ. അന്നമോ ഞാൻ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല അഡ്വാൻസ് മറ്റേ ഫ്ലാറ്റിന്റെ. ഓക്കെ ഓക്കെ താങ്ക് യു. മിസ്റ്റർ പുരുഷോത്തമ പിള്ള, ഞങ്ങള് ഐ മീൻ അടുപ്പമുള്ളവർ അപ്പിച്ചായിന്ന് വിളിക്കും. ഹലോ, ഞാൻ വിളിച്ചോളാം. ഡ്രൈവർ രാജ്മോഹൻ. നീ മറ്റേ ഗോഡൌണെല്ലാം കാണിച്ചു കൊടുത്തായിരുന്നോ സാറിന്? ആ ചെവിട്ടലൊക്കെ പുള്ളിക്ക് വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് വാങ്ങിച്ചോണം. പേരെന്നാ പറഞ്ഞ? രാജ്മോഹൻ. ഇവിടെ രേഖ. എവളോ വന്ന് കണ്ടോളൂ. വിളിപ്പിച്ചോണ്ടാ മതി. എപ്പഴാ വേണ്ടെന്ന് വെച്ചാലോ. ജോസ് കമ്പിളിയുണ്ടൻ ജോസ്. അവിടെയാളാ. വാടാ
അപ്പൊ കണ്ടുവെച്ചേ പോകത്തുള്ളൂ നിങ്ങണ്ട ഒറ്റ വാശിയിലുള്ള നിപ്പാണ് കാച്ച പോലെ അയ്യോടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ കോപ്പാ ചെയ്യണ്ടേ? നിങ്ങൾ ചുമ്മാ കൂന്ന് മൂളിയാ പോരാ. അപ്പിച്ചായിക്ക് അറിയാൻ മേലണ്ടല്ലോ ഊരും വാരി പിടിച്ചോണ്ട് കളിയാ ജോസി കളിച്ചോണ്ടിരിക്കുന്നേ. ഇതായി എനിക്ക് അപ്പിച്ചായി നിൽക്കുന്നുണ്ടോ? വേണ്ടേ കൊല്ലം 10 രൂപയായി നിങ്ങൾക്കും നിങ്ങളുടെ സേവ് സാറിനും വേണ്ടി ഞാൻ ഈ കൊടുങ്കാട്ടി കിടന്ന് മടക്കുന്നു. എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോളോണി കൊണ്ട് കെട്ടി താത്തി തരുമ്പോ നിങ്ങളൊരു കെട്ടറിഞ്ഞു തരും. എന്നാടാ പറ്റി ഇതിന്നൊന്നും പറഞ്ഞു. എന്നിട്ട് അതേ തന്നെ കിള്ളിയും കീറിയും കണ്ടത് എണ്ടിക്കും നാരിക്കും ഫോറസ്റ്റുകാർക്കോ കഴിവേറ്റി കഴിയുമ്പോ കൊടുക്കാൻ തന്നെ യോജന എന്നതാ മിച്ചം. ഊട്ട് ഒന്ന് ഊട്ടിക്കേ. ഉപ്പിക്കോ ഇതും കൂടെ ഉള്ളൂ. ഇനി തുപ്പിക്കുകയല്ലേ യോസ്. ഇത് ഒടുക്കത്തെയാ. ഇത്തവണത്തെ കൊണ്ട് യോധ നിർത്തുക നിങ്ങളുമായിട്ടുള്ള ഇടപാട്. അപ്പൊ കാണാം യോധ ആരാണം. അല്ല പിന്നെ ജോസേ ഇതൊന്ന് ഉടുപ്പിച്ചേ. ഈ മുണ്ടൊന്ന് ഉടുപ്പിക്കാന്. നിന്റെ ചേട്ടായി കമ്മിളി കണ്ട പാപ്പി ഇപ്പൊ എവിടെ ഉണ്ടാവൻ? കിടന്ന കിടപ്പ് തന്നെ കുടുംബത്ത്. അങ്ങ് സിമോഗയിൽ വെച്ച വനത്തിൽ കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു 4-5 അടി മുന്നില് അപ്പിച്ചായി പുറകില്. അങ്ങനെ പാറയുടെ മണ്ടക്കോട്ട് അവൻ എന്നെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോ കാലൊന്ന് തെന്നി. കയ്യിലിരുന്ന ഇരട്ടക്കുഴലിന്റെ കാഞ്ചല് ഈ വിരലൊന്ന് പാളി നിറയായിരുന്നു. തടെ ഈ വലുപ്പത്തിലുള്ള പീസാണ് തെറിച്ചത് പാപ്പിയുടെ നടുവേന്ന്. ജോസേ എടാ അന്ന് ഏതാണ്ട് ഏറെക്കുറെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രായം തന്നെയാ പാപ്പിക്ക്. അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ പുരുഷോത്തമൻ പിള്ള സാറേ. വേണ്ടേ 4ഉം കൽപ്പിച്ചുള്ള നിലയായോസ്. ഇത്തവണ നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലാലും ശരി യോസ് സേതു സാറിനെ കാണും. കണ്ടേ ഒക്കത്തുള്ളൂ, കണ്ടേച്ചേ പോകത്തുള്ളൂ യോസ്. ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കണ്ടോന്റെ അപ്പിച്ചായി ഇന്നേ തീയതി വരെ നിങ്ങൾ കൊന്നതിന്റെയും കൊല്ലിച്ചതിന്റെയും കഞ്ചാവ് തോട്ട് നടത്തുന്നതിന്റെയും സകലമായ ചരിത്രങ്ങൾ അറിയുന്നോനാ യോസ്. ഓർത്തോ പിണക്കിയാ പിന്നെ പാമ്പാ ആണല്ലേ യോസ്. വേണ്ടേ ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പി എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഭദ്ര കാർ അയച്ചോളൂ. നീ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്താൽ മതി. ശരി. എവിടെയാടോ എത്തിയോ ഓടനമ്പരാൻ? അപ്രോച്ചിങ് സാർ. കുറച്ച് മുമ്പ് കോസ്റ്റ് ഗാർഡിന് മെസ്സേജ് ഉണ്ടായിരുന്നു. അടുത്തൊന്ന് പറഞ്ഞു. എന്താടാ വാറണ്ടുണ്ടോ സേതുവിനെ അറസ്റ്റ് ചെയ്യാൻ? ഗോവയെന്ന് മൊയ്തുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ക്രൂസ് ഷിപ്പിൽ പുറപ്പെടുന്നു പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ പെൺപടയുമായിട്ട് വന്ന് ഇറങ്ങുമ്പോ നല്ലതാ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ. റൈറ്റ് ഹെലൻ? സേതുരാസലയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അത് 12 നോട്ടിക്കൽ മൈൽസ് ഓഫ് ഷോർ. നിന്റെ കൂറ സ്റ്റേറ്റ് പോലീസിന്റെയും ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാര പരിധിക്ക് പുറത്ത്. അവിടെ സേതു ഒരു ചെറിയ ആറ്റം ബോംബ് പൊട്ടിച്ചാലും ശരി രോമം തൊടില്ല ഒരുത്തനും. കൈയെടുക്കാൻ ഭദ്രി നീ എവിടെയാ? ഓക്കെ കൈയെറി. നിന്നെ ഞാൻ 4ആയിട്ടാണ് കാണുന്നത്. 4ആയിട്ട് കഷ്ടം. യു കനോട്ട് ഡു ദിസ് ടു ഹിം. ഇവനെ പിഴപ്പിച്ച് ഈ കോലത്തിലാക്കിയത് ഞാനല്ല, നീയാ. കൂനൂര്
ബോർഡിംഗ് പഠിക്കുമ്പോ. സേതു ഞാൻ അതേടാ, അന്ന് ഹൈ റേഞ്ചിലെ കൊടി കെട്ടിയ കഞ്ചാവ് തോട്ടക്കാരനാ സേതുവിന്റെ തണ്ട നാരായണൻ നായർ. എന്നിട്ടും ആയുസിൽ ഒരൊറ്റ ദം എടുത്തിട്ടില്ല സേതു. നീയാ 4 വർഷം ജൂനിയറായിട്ട് വന്ന് ഇവൻ ചേരുമ്പോ മുതല് സോഴ്സ്, സ്പോൺസർ, സപ്ലൈ, ഗുരുജി മഹാരാജ് എല്ലാത്തിലും. സർ കൈയെടുക്ക അതെന്നാടി കൈയെടുക്കാൻ എടാ അത് ഭദ്രയാ, കൈയട. നിന്റെ ഈ പെങ്ങളുണ്ടല്ല ഇവിടെ ഉണ്ടല്ല ഞാന് പോട്ടടി പാടിയുടെ അത് ഇപ്പൊ തോന്നിയാ പോരാ. മാറിക്കോ. എത്ര പെണ്ണുങ്ങളുടെ മണമാടാ നിന്റെ ദേഹത്ത്. അയ്യോ എന്നില്ല, എന്നത്തെ ഹെലൻ, ബ്രിജിഡ, നഫീസ. അല്ല എന്താ സേതു പ്രശ്നം? ഗുരുവായൂർ തൊഴുത് മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവിടെ വിളിച്ചത്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താടി ജോസ് കൊന്ന് കടല് കെട്ടി താത്തിയവനെ നീ അപ്പിച്ചായും കൂടെ?